വിനേട്ടാ 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 താൻ എവിടെയാ ഇവിടെ പറഞ്ഞോലും കേട്ടിണ്ട എന്താ താൻ ഏതായാലും ഈ ഫേസ്ബുക്കിൽ ഇങ്ങോട്ട് നോക്കണോ എന്താണ് എന്റെ പ്രശ്നം? വിനേട്ടനെ അറിയോ? എന്റെ മുഖത്ത് നോക്കിട്ട് അവൻ പറഞ്ഞത് എനിക്ക് ഡയറക്ഷൻ അറിയില്ലാന്ന്. അങ്ങനെ പറയാൻ പാടില്ല. അവൻ പറഞ്ഞ തെറ്റ് ശരിയല്ലേ അത്? ഒരു സമാധാനം കിട്ടാണ്ട് തന്റെ അടുത്തേക്ക് വന്നെ താൻ എന്നെ തളർത്താണല്ലേ? ഞാൻ നിന്നെ തളർത്താൻ വേണ്ടി പറഞ്ഞല്ല. നീ അവനായിട്ട് ആകെ ഒരു ഷോർട്ട് ഫിലിമിൽ ചെയ്തിട്ടുള്ളോ? നീ അവനായിട്ട് തല്ലുകൂടി പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കേക്ക്, ഒരു സംരംഭം അവസാനിക്കുക എളുപ്പമാണ്, പക്ഷെ അത് തുടർന്ന് പോണലാണ് കാര്യം. മനസ്സിലായി? വിനയുടെ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷെ അവനായിട്ട് ഒത്തുപോകാൻ പറ്റില്ല. അത് അങ്ങനത്തെ ഒരു സാധനം. അത് അല്ല, എന്താ പിന്നെ എന്റെ അടുത്ത പ്ലാൻ? വിനേട്ടാ, ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ട്. എനിക്കുണ്ട് ആഗ്രഹങ്ങൾ. വിനേട്ടനില്ല ആഗ്രഹങ്ങള്? എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ലടാ. പിന്നെ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോണം. അറ്റ്ലീസ്റ്റ് എന്റെ പിള്ളേരുടെ അപ്പനാവുള്ള ആഗ്രഹം തനിക്കില്ലേ? എടാ, ഞാൻ കല്യാണം കഴിയാതി അങ്ങനെ വേണ്ട. എനിക്ക് വലിയ പ്രായമായിട്ടാ. അത് വിട്. വിനേട്ടനറിയാലോ, എനിക്കൊരു സംവിധായകനാണ്, ഒരു രാജമൗലിയെ പോലെ ഒരു ബ്രഹ്മാണ്ഡ പടം. എന്ത് വാങ്ങാണ്ടി പടം? വാങ്ങാൻ പടമുള്ളൂ, ബ്രഹ്മാണ്ഡമായ പടം. മനസ്സിലായ? നീ ആദ്യം മര്യാദയ്ക്ക് ഒരു ഷോർട്ട് ഫിലിമിൽ എടുക്ക്, എന്നിട്ട് പോരെ ഈ മാങ്ങാണ്ടി പടമൊക്കെ എടുക്കാൻ. എന്നാ പിന്നെ ഒരു ഷോർട്ട് ഫിലിം പിടിച്ചിട്ട് തന്നെ കാര്യം. ക്യാമറ നമുക്ക് ഒപ്പിക്കാം, സ്ക്രിപ്റ്റ് പിന്നെ എന്റെ എല്ലാ സ്ക്രിപ്റ്റ് അതിലൊക്കെ ഓക്കെ. ഒരു ആക്ടർ അതുണ്ട്, വേറൊരു ആക്ടർ കൂടി വേണം. എനിക്ക് അഭിനയിച്ചോളൂ. നമ്മൾ ചെയ്ത ടിക്ടോക്കില്ലേ, പൊരിച്ചെന്ന് ഒരാള് പറഞ്ഞു. ഏത് കേൾക്കുന്ന മാമ്പഴത്തിന്റെ ആരേ പറഞ്ഞു? അങ്ങനെ അറിയണ്ട, പറഞ്ഞോടാ. വിനേട്ടാ, വിനേട്ടൊന്നും എന്റെ ഫ്രെയിമിലൊന്നും വന്നു നിന്ന് നോക്ക്. സ്റ്റേറ്റ് അവാർഡ് കൊടുത്തിരുന്നു. സ്റ്റേറ്റ് അവാർഡാ? അതൊക്കെ നമുക്ക് കിട്ടോടാ. ഇവിടെ വേറെ ആൾക്കാരില്ലേ, നമുക്ക് വേണമെങ്കിൽ വല്ല ദേശീയ അവാർഡൊക്കെ കിട്ടുമെന്ന് നോക്കാം. അല്ല, നിന്റെ അടുത്ത ഫ്രെയിമിലേക്കുള്ള ഭാഗ്യവാൻ ആരാ? അതൊക്കെ ഉണ്ട് വിനേട്ടാ. പബ്ജിയിൽ കാസ്ട്രോയെ പോലെ, ഫ്രീ ഫയറിൽ രജിസ്റ്ററെ പോലെ, ഷോർട്ട് ഫിലിം രാജ്യത്തെ ഒരേ ഒരു രാജാവ് ഷാജി, സൂപ്പർ സ്റ്റാർ ഷാജി. എന്തുട്ടാ ഈ ബജ്ജി എംപയറൊക്കെ? ബജ്ജി ഞാൻ പറഞ്ഞില്ല, അതൊക്കെ പിള്ളേരുടെ കളികളാണ്. ഇത് അതല്ല, ഗെയിം, വെടിവെക്കണൊക്കെ ഗെയിം, വീഡിയോ ഗെയിം. വിനേട്ടാ, ഇനിയാണ് ഷോ, ദ റിയൽ ഷോ. ഒരു ഭ്രാന്തായ എവിടെ എന്റെ ബജ്ജിയിലെ സൂപ്പർ സ്റ്റാർ? കളല്ലേ, ഓ അതിൻ്റെതായിട്ടുള്ള സമയം പിടിക്കില്ലേ, കാര്യം നമ്മുടെ കയ്യിൽ പോയില്ലേ. എങ്ങനെയുണ്ട് നമ്മളെ സെറ്റപ്പ്? ഇതിങ്ങനെ ഒരു ഇതുപോലെ എങ്ങനെ ആൾക്കാർ ഇട്ട് നടക്കണോ അല്ലേ? മുമ്പെടുത്തായിരുന്നില്ലേ? അത് പിന്നല്ലേ കാര്യം പറഞ്ഞു. ഇതെന്തത്? ഇതൊന്നും ക്യാമറയിൽ വരില്ല. ഇതിനെ പറ്റിക്കാൻ പറയണ്ട. മമ്മൂക്കൊക്കെ എപ്പോഴും ഇങ്ങനെ സ്പ്രേ അടിക്കണല്ലോ, സ്പ്രേ ഇല്ലാത്ത കാരണം എടുത്തിട്ട് വന്നു. പിന്നെ പറ്റിക്കാൻ നോക്കുന്ന പറയണ്ട. മണം ഉണ്ടായിക്കോട്ടെ. എവിടെ എന്റെ സൂപ്പർ സ്റ്റാർ? താൻ വിചാരിക്കുന്ന പോലെ അയാൾ സൂപ്പർ സ്റ്റാർ ഒന്നുമില്ല. അയാളൊന്ന് അണിഞ്ഞൊരുങ്ങി വന്നണ്ടല്ലോ, മോഹൻലാലാ, ടിറ്റോ മോഹൻലാല്. അറിയോ? ഡിറ്റോ. അപ്പൊ ഷാജി അല്ലേ വരുന്നത്? ഇതോ മോഹൻലാല്, ശരിക്കും മോഹൻലാല്. മനസ്സിലായ? നോക്ക് നോക്ക്, എന്റെ സൂപ്പർ സ്റ്റാർ വരണം, നോക്കടാ.
കണ്ട കണ്ട ഇതാ ഞാൻ പറഞ്ഞ ഡിറ്റോ മോഹൻലാല്. കണ്ട് പഠിക്കടോ. ഞാനേ മമ്മൂട്ടിയുടെ ആളാ. എടുക്കടാ സ്ക്രിപ്റ്റ്. അതിമോഹമാണ് മോനെ, അതിമോഹം. എന്താ ഷയനെ നിന്റെ പ്രശ്നം? നീ പറഞ്ഞ മോഹൻലാല്. മോനെ ദിനേശ്, സ്ക്രിപ്റ്റ് എടുത്തോ. എനിക്ക് വൈകിട്ട് ചെന്നൈക്ക് പോവാനുള്ളതാണ്. സവാരി ഗിരിഗിരി. ഷൈനെ ഒരു മിനിറ്റ്. എന്ത് നോക്കുന്നത്? സ്ക്രിപ്റ്റ് ഇല്ലാന്ന് സംശയം ഉണ്ടോന്ന് സംശയം. സ്ക്രിപ്റ്റ് എടുത്തില്ലേ? ഇല്ലാന്നാ തോന്നണേ. ടോപ്പിലൊരു ഡയറക്ടർ കളിക്കാൻ വന്നിക്ക. മമ്മൂട്ടി, മോഹൻലാല് ഒക്കെ ആയിരുന്നു. ബാക്കിയുള്ള ഈ ഇതൊക്കെ വേഷം കെട്ടി വന്നിട്ട് ടോപ്പിലത് ചൊറിഞ്ഞിട്ട് വയ്യ. വല്ലോണ്ട പാൻറ്റും വലിച്ചു കയറ്റി. ആ ശോ, നീ എവിടെയാ? ആ അയ്യോ, അതല്ലല്ലോ. ഞാൻ വന്നു. എപ്പോ? ഓടാന്ന് ഇല്ലട മുത്തേ, കുറച്ചു നേരല്ലോടാ. പിന്നെ എത്തി കഴിഞ്ഞു. സമയായി. ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ നിന്റെ കൂടി ഉണ്ടടി. പിന്നെ ഒരു ഉമ്മാട്ടിയെ. ആ വിനേട്ട പോലെ ഞാൻ മാത്രല്ല, പ്രിയദർശനും സ്ക്രിപ്റ്റ് മറന്നു വെക്കാറുണ്ട്. ഷൈനെ എന്തായി? ആള് പോയല്ലോ. അത് പിന്നെ സ്ക്രിപ്റ്റ് കുഴപ്പമില്ല, സ്ക്രിപ്റ്റ് അവിടെ വെച്ചോ. ഞാനേ നമുക്ക് പിന്നെ നോക്കാം. എനിക്കൊരു യാത്രയുണ്ട്. സവാരി ഗിരി. ഓക്കെ. കാക്ക